ഇപ്പോൾ എത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. ടൂറിസ്റ്റ് ബസ്സിൽ തുടരും സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിച്ചു. വാഗമണിലേക്ക് പോയ ടൂറിസ്റ്റ് ബസ്സിലാണ് ചിത്രം പ്രദർശിപ്പിച്ചത്. പരാതി നൽകാനാണ് സിനിമാ പ്രവർത്തകരുടെ തീരുമാനം. നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് നിർമ്മാതാവ് എം രഞ്ജിത്ത് പറഞ്ഞു. അർജുൻ മട്ടന്നൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, ഇത് എപ്പോഴായിരുന്നു സംഭവം? നേരത്തെ തന്നെ ഇത് വിവിധ സൈറ്റുകളിൽ ഇറങ്ങിയിട്ടുള്ള എന്ന വിവരം റിപ്പോർട്ടർ TV ആണ് പങ്കുവച്ചത്. ഇത് നമ്മുടെ നാട്ടിലേക്ക് ഇത് ഇങ്ങനെ ഓപ്പണായി എങ്ങനെയാണ് പ്രചരിപ്പിക്കാൻ ഇവർക്ക് ധൈര്യം കിട്ടുന്നത്? അർജുൻ, ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. പുതിയ മലയാള സിനിമകൾ ഇറങ്ങുന്നതിന് പിന്നാലെ അതിൻ്റെ വ്യാജ പതിപ്പുകളും സജീവമാകുന്നത് അടുത്ത കാലത്ത് നമ്മൾ സ്ഥിരമായി കാണുന്നുണ്ട്. പക്ഷേ അത്തരത്തിലൊരു വ്യാജ പതിപ്പ് പുറത്തിറങ്ങുന്നു. ആ വ്യാജ പതിപ്പ് ഒരു ടൂറിസ്റ്റ് ബസ്സിൽ പരസ്യമായി കാണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചില ഫോട്ടോകളും അതോടൊപ്പം തന്നെ വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്. വാഗമണിലേക്ക് പോയ ഒരു ടൂറിസ്റ്റ് ബസ്സിലാണ് ഇത്തരത്തിൽ തുടരുമെന്ന സിനിമയുടെ വ്യാജ പതിപ്പ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് സംബന്ധിച്ച് ചില ഫോട്ടോസ് എടുത്ത് ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് ചിലർ അയച്ചു നൽകുകയായിരുന്നു. അതിനെ തുടർന്നുള്ള നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ വ്യാജ പതിപ്പ് വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് എന്ന് അണിയറ പ്രവർത്തകർ തിരിച്ചറിഞ്ഞത്. എന്തായാലും നിയമപരമായി പോകാൻ തന്നെയാണ് അണിയറ പ്രവർത്തകരുടെ തീരുമാനം. ഇതിൽ പോലീസിൽ പരാതി നൽകും എന്ന നിർമ്മാതാവായ രഞ്ജിത്ത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 25-ാം തീയതിയാണ് തുടരുമെന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. നേരത്തെ എമ്പുരാൻ ചിത്രം ഇറങ്ങിയതിന് പിന്നാലെ അതേ റിലീസിംഗ് ചെയ്ത ദിവസം തന്നെ അതിൻ്റെ വ്യാജപതിപ്പ് ഇറങ്ങുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, മാർക്കോ അടക്കമുള്ള ചിത്രങ്ങൾക്കും സമാനമായ സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ തുടരുമെന്ന ചിത്രം അതിൻ്റെ വ്യാജപതിപ്പ് പുറത്തിറങ്ങുന്നു എന്നുള്ളത് മാത്രമല്ല, അതിനേക്കാൾ അപ്പുറത്ത് അത് പരസ്യമായി പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതാണ്. KL 2A3344 എന്ന ടൂറിസ്റ്റ് ബസ്സിലാണ് ഇത് പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇത് തൃശ്ശൂർ മലപ്പുറം ഭാഗത്ത് നിന്ന് വാഗമണിലേക്ക് യാത്ര പോയ സംഘമാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ബസ്സിൻ്റെ നമ്പർ അടക്കം ഉള്ളതുകൊണ്ട് തന്നെ പോലീസിന് അന്വേഷണം എളുപ്പമാകാനാണ് സാധ്യത. നേരത്തെ ടെലിഗ്രാമിലടക്കം ഈ ചിത്രം തമിഴ് റോക്കേഴ്സ് അടക്കമുള്ള ചില സൈറ്റുകളിലൊക്കെ തന്നെ ചിത്രമുണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇത്രമേൽ വലിയ രീതിയിൽ ഈ ചിത്രം വ്യാജപതിപ്പ് പ്രചരിക്കുന്നുണ്ട് എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ പരാതി നൽകുമെന്നും അണിയറ പ്രവർത്തകർ അറിയിക്കുന്നുണ്ട്. താങ്ക് യു. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. എന്താണിതല്ലേ വ്യാജ പതിപ്പുകൾ എടുക്കുക? ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ഒരു സിനിമാ വ്യവസായത്തെ പൂർണ്ണമായും തകർക്കുന്ന പരിപാടിക്കല്ലേ കൂട്ടുനിൽക്കുന്നത്? മാത്രം ഇതിനൊക്കെ എങ്ങനെ ധൈര്യം വന്നു എന്നുള്ളതാണ്. നമ്പറും കൂടി ഉള്ളതുകൊണ്ട് നല്ല അസലായിട്ട് ടൂറിസ്റ്റ് ബസ് ഉടമ കുടുങ്ങി എന്ന് തന്നെ നമുക്ക് പറയാം. ഇതൊന്നും ഉടമയുടെ അനുവാദത്തോടു കൂടി ആയിരിക്കണമെന്നില്ല പ്രദർശിപ്പിക്കുന്നത്. ഈ ഡ്രൈവറും അതിനോടൊപ്പമുള്ള ക്ലീനറും ഈ യാത്രക്കാരും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിരിക്കും. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ്. പൈറസി ഈസ് എ ക്രൈം.